ഹലോ എവരിവൺ. ഇത് മോർണിംഗ് ഒരു 8 o'clock ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗുമായിട്ട് വന്നിരുന്നത്. സ്റ്റഡി വ്ളോഗ് മീൻസ് ഈ പ്രൊക്കാസ്റ്റിനേഷൻ എന്നൊരു കാര്യം എങ്ങനെ കളയാം, എങ്ങനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാം എന്ന് എനിക്ക് ഹെൽപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതായത് ഐ വിൽ ടെൽ യു വാട്ട് മേക്ക് വൺ പ്രൊക്കാസ്റ്റിംഗ് ആൻഡ് ഹൗ ഐ അവോയ്ഡിങ് പ്രൊക്കാസ്റ്റിംഗ്. ആ ഒരു ടോപ്പിക്സാണ്. കാരണം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈഫിൽ അത് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ സ്റ്റഡീസിൻ്റെ കാര്യമാണെങ്കിലും ഇൻ കേസ് ഇനി വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രൊക്കാസ്റ്റ് ചെയ്ത് അതിനൊക്കെ ഹെൽപ്പ് ആവുമെന്ന് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. സ്റ്റഡീസിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാനർ റെഡിയാക്കി വെക്കണം. അത് എസ്റ്റർഡേ ഓക്കെ ആക്കി വെച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പം ഞാനിപ്പം പൊളിറ്റി പഠിക്കാമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന് പൊളിറ്റി പഠിക്കണം എന്നുള്ള ഇത് റൊട്ടീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ അപ്പോൾ ഒരു 8 hours കണ്ടിന്യൂസ്ലി പഠിക്കണം എന്നാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനൊരു 8 hours കണ്ടിന്യൂസ് പഠിക്കണം എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒരു 10 minutes 20 minutes ഒക്കെ ബ്രേക്ക് എടുക്കും അങ്ങനെ. അപ്പോൾ ഞാനിപ്പം സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് വാച്ചിലാട്ടോ. അപ്പോൾ ഞാനൊരു 3 hours ഇപ്പോൾ കണ്ടിന്യൂസ് പഠിച്ചിട്ട് ഇടയ്ക്കൊരു 1 hour ബ്രേക്ക് എടുത്ത് പിന്നെ ഒരു 3 hours അങ്ങനെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാം സ്റ്റഡി. ഇപ്പം ഞാനൊരു 8 o'clock പഠിക്കാനിരിക്കുന്നത്. ഇപ്പോൾ 8 o'clock മുതൽ ഒരു 3 hours കണ്ടിന്യൂസ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഫോൺ എൻ്റെ അടുത്ത് വെക്കാറേ ഇല്ല. കാരണം ഫോൺ ഞാൻ വേറെ തന്നെ മാറ്റി വെച്ചിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. കാരണം ആ ഒരു 3 hours എനിക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പം ഈ 3 hours കഴിഞ്ഞ് ഇന്ന പോർഷൻസ് തീർത്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തുള്ളൂ എന്നൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പഠിക്കാൻ തുടങ്ങുന്നത്. കാരണം ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ പൊളിറ്റിയാണ്. അപ്പം പൊളിറ്റിയിൽ മെയിൻസ് ആണ് ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ മെയിൻസ് ഞാൻ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് എനിക്കൊട്ടും അറിയില്ലാത്ത, അതായത് എനിക്കൊട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ആ പോർഷൻസ് ഞാൻ ഒന്നോടെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ് അതൊക്കെ ഞാൻ കുറച്ച് മറന്നു പോയതും പിന്നെ കുറേ ഒന്ന് പഠിക്കുമ്പോഴത്തേക്ക് അതിന് മുകളിൽ വേറെ, അതായത് സെയിം ടോപ്പിക്സ് പോലെ തോന്നുന്ന കുറച്ച് സബ്ജക്റ്റിൽ ക്ലാരിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഒരു നോട്ട്സ് പോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആവുമല്ലോ എന്നോർത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ PYQ ചെയ്യണമെന്നും കുറച്ച് മോക്ക് എടുക്കണമെന്നും ഓർത്താണ് മെയിൻസിൻ്റെ കാര്യത്തിലിരിക്കുന്നത്. ഇപ്പം ലക്ഷ്മികാന്ത് ആണെങ്കിൽ ലക്ഷ്മികാന്ത് ആ ഒരു ടെസ്റ്റ് ഞാൻ ഓൾറെഡി 1 time റിവൈസിങ്ങും സ്റ്റഡീസും ഒക്കെ കഴിഞ്ഞതാണ്. എങ്കിൽ കൂടി ചില PYQ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പം ആ ഒരു ക്ലാരിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആ ഒരു അറിയാൻ പാടില്ലാത്ത കുറച്ച് പോർഷൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ മെയിൻസ് എഴുതിയ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കുറവ് തോന്നിയത് എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റിന് തന്നെയായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്ഷണൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ട് എനിക്കത് പഠിക്കാൻ കുറച്ച് ഈസി ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അത് എഴുതുമ്പോഴും എനിക്ക് ഈസിയാണ്. ബട്ട് സ്കോർ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഓക്കെ ആവണില്ല, സ്കോർ നല്ല കുറവ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറേ സജഷൻസ് എടുത്തിട്ട് ഓപ്ഷനിൽ മാറ്റി ഇപ്പോൾ മാത്സിലോട്ടായി. കാരണം മാത്സ് ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം അതിൻ്റെ ഒരു നല്ലൊരു കോച്ചിങ് കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വാജിറാമിലാണ് കോച്ചിങ് എടുത്തുകൊണ്ടിരിക്കുന്നത് മാത്സിൻ്റെ. അപ്പം ഇപ്പോൾ കുറേ കൂടെ ഓക്കെ ആവാനും ഒരു നല്ലൊരു മെൻറ്റർഷിപ്പിലാണ് മാത്സ് എന്ന ഓപ്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോൾ ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് എത്ര അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിലും ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. കാരണം നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ നമ്മളത് പഠിക്കും. ബട്ട് അത് അത്രത്തോളം നമുക്ക് സ്കോർ വരണം എന്നൊരു നിർബന്ധമില്ല. പിന്നെ നമ്മൾ ഒരുപാട് പഠിക്കുന്നതിലല്ല കാര്യം, എത്ര ഹവേഴ്സ് പഠിക്കുന്നതിലും അല്ല കാര്യം. പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ക്ലാരിറ്റിയിൽ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നമ്മൾ അത്ര കൺസെപ്റ്റ് അതിൻ്റെ ഓക്കെ ആക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും നമുക്കത് ഹെൽപ്പ് ആവുള്ളൂ. ഇപ്പം ഞാൻ ആ 3 hours കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ബാക്ക് ടു വരാമെന്ന്. അപ്പം ഒരു 2 hours 3 hours ഒന്നും ബ്രേക്ക് എടുക്കുന്നില്ല. മാക്സിമം ചെറിയ ബ്രേക്കേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം കുറേ വലിയൊരു ലോങ് ബ്രേക്ക് പോലെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ പ്രൊക്കാസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്.
പിന്നെ അത് എപ്പോഴാണ് നെക്സ്റ്റ് ഡേ ആയിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ നീട്ടി വെച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പം മോർണിംഗിൽ എണീറ്റാൽ തന്നെ ഇപ്പം ലേറ്റായിട്ട് എണീറ്റാൽ ഒരു 10 o'clock ഇപ്പോൾ ഞാൻ എണീക്കുന്നതെങ്കിൽ ഞാൻ ഓർക്കും ഒരു 2 o'clock തുടങ്ങാം. അപ്പോൾ 2 o'clock ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കും ആഫ്റ്റർനൂൺ പഠിക്കണ്ട, ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നോർക്കും. അങ്ങനെ നീട്ടി ആ ഒരു ഡേ ഫുള്ള് പഠിക്കാതിരിക്കും. അങ്ങനത്തെ ഒരാളാട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ കറക്റ്റായിട്ട് ഇത്ര ടൈമർ വെച്ച് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പായിട്ടുണ്ട്. ഇപ്പം എന്താ ഞാൻ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഒരു 1 hour ബ്രേക്ക് എടുത്തിട്ട് 12 o'clock വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയും ഒരു 3 hours കണ്ടിന്യൂസ് പഠിക്കണം എന്നോർത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോഴും നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പം ഇന്ന് ഈ ഒരു പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. കൂടെ കറണ്ട് അഫേഴ്സും കൂടെ നോക്കണം. അങ്ങനെ കുറേ പ്ലാനുണ്ട്. അപ്പം ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഈ അക്കാദമിയുടെയൊക്കെ സൈറ്റിൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ കുറേ വീഡിയോ ലെക്ചേഴ്സൊക്കെ കാണുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. പിന്നെ അതിനകത്ത് നമുക്ക് അറിയാൻ പാടില്ലാത്ത പോയിൻറ്റ്സൊക്കെ വരുമ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെക്കും. അപ്പം നമുക്കത് പിന്നീട് റിവൈസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഹെൽപ്പാവും. ഇപ്പം എൻ്റെ നേരത്തെ ഒരു അറ്റംപ്റ്റിൽ ഇതൊക്കെ എനിക്ക് കുറേ ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ മെയിൻലി നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് ഇത്രയും പോർഷൻസ് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. എന്താണ് ഇന്ന് പഠിക്കേണ്ടത്, നമ്മൾ നാളെ എന്താണ് പഠിക്കേണ്ടത്, ഈ മാസം അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷൻ കുറേ നമുക്ക് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ മാറ്റം വരും. എൻ്റെ ശരിക്കുള്ളൊരു ലൈഫ് സ്റ്റോറിയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗോളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തുടങ്ങാം, നാളെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് എപ്പോഴാണ് തോന്നുന്നത്, അത് ഏത് ടൈമിലാണെങ്കിലും നമുക്ക് എപ്പോൾ തോന്നിയാലും നമ്മൾ ആ ഒരു പോയിൻ്റ് ഓഫ് ടൈം തൊട്ട് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റഡീസ്, ഇനി എന്തെങ്കിലും വേറൊരു ജോബോ എന്തോ ആയിക്കോട്ടെ, അന്ന് ആ ടൈമിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോണം. അല്ലെങ്കിൽ എന്നെപ്പോലെ രാവിലെ ഓർക്കും, ഉച്ചയ്ക്ക് ഓർക്കും, ഈവനിങ് ആവട്ടെ, അങ്ങനെ പ്രൊക്കാസ്റ്റ് ചെയ്ത് ഞാൻ മാസങ്ങളോളം ദിവസങ്ങളോളമൊക്കെ നീക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നൊരു കാര്യമില്ലയെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കുറേ ടൈം പോകുന്നതല്ലാതെ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് നമ്മൾ ഹാപ്പി ആയിരിക്കും. ബട്ട് കുറേ കാലം കഴിഞ്ഞ് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര അൺഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രൊക്കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നണേ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗോൾ നമ്മൾ സക്സസ് ആയതിനു ശേഷം നമുക്ക് ഒരുപാട് ടൈമുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും. നമ്മളെപ്പോഴും പിന്നീടാവട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്നോർത്ത് മാറ്റി വെച്ചാൽ, അതായത് ഓവർകമ്മിങ് പ്രൊക്കാസ്റ്റിനേഷൻ ക്യാൻ ബി ചാലഞ്ചിങ്, ബട്ട് യു ക്യാൻ ഡെവലപ്പ് ഹാബിറ്റ്സ് ടു ഇംപ്രൂവ് യുവർ പ്രൊഡക്ടിവിറ്റി വിത്ത് ദ റൈറ്റ് സ്ട്രാറ്റജി. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി എത്രത്തോളം എഫക്റ്റീവാണോ അത്രത്തോളം നമ്മൾ സക്സസ് ആയിരിക്കും, പ്രൊഡക്റ്റീവായിരിക്കും. അപ്പം ഇപ്പം ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഗോൾ ഞാൻ സെറ്റ് ചെയ്തു. ദെൻ ഡെയിലി ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ തുടങ്ങി. ദെൻ ടൈമർ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ എല്ലാ ഡിസ്ട്രാക്ഷൻസും ഞാൻ എലിമിനേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് കഴിഞ്ഞ എക്സാമിന് പറ്റിയിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളെയും ഞാൻ എലിമിനേറ്റ് ചെയ്തു. അത് എന്താണ് എൻ്റെ മിസ്റ്റേക്സ് എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക ചെയ്ത്. ചില ടോപ്പിക്സ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു സിലബസിലുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സുകളൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിച്ചു. വീക്ക് ഏരിയയിലൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാക്കി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പഠിക്കുമ്പോഴത്തേക്ക് വീക്ക് ഏരിയയാണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണേ. ഇപ്പം ഞാനൊരു 6 hours കണ്ടിന്യൂസ് പഠിച്ചു. 6 hours കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് എടുത്തതിന് ശേഷം കേട്ടോ വീണ്ടും ഒരു 1 hour ബ്രേക്ക് എടുത്തു. ഞാൻ മാക്സിമം എടുക്കുന്ന ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 1 hour. അതിൽ മുകളിൽ എടുക്കാറില്ല. പിന്നെ ഞാൻ അതിന് മുകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ പിറ്റേ ദിവസത്തേക്കൊക്കെ ആയിപ്പോവും. കാരണം ഭയങ്കര മടിയായിപ്പോവും എനിക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ കണ്ടിന്യൂസ് പഠിച്ചാലേ ഉള്ളൂ ഞാനത് കറക്റ്റായിട്ട് അങ്ങനെ പോവുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു സെൽഫ് സ്റ്റഡി ആണോ എന്ന്. ഇപ്പം ഞാൻ സെൽഫ് സ്റ്റഡി ആണെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെൻറ്റർഷിപ്പിൻ്റെ അനുസരിച്ചാട്ടോ ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. ബട്ട് ഞാൻ നേരത്തെ ഒരു 3 month നമ്മുടെ സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി ട്രിവാൻഡ്രത്ത് ഒരു 3 month പ്രിലിംസിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഓക്കെ ആയിരുന്നു അതിൽ. പിന്നെ പ്രിലിംസ് ക്ലിയർ ആയപ്പം ഞാൻ മെയിൻസിന് വേണ്ടിയിട്ട് ശങ്കേഴ്സ് അക്കാദമി അങ്ങനെ 1-2 അക്കാദമിയുടെ മോക്ക് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മെയിൻസിന് വേണ്ടിയിട്ട്. അതും എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് പഠിക്കുന്നതിലൊന്നുമല്ല കാര്യം. നമ്മൾ എന്ത് പഠിക്കുന്നു, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, നമ്മൾ എത്ര
എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് സത്യത്തിൽ UPSC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എത്ര നല്ല കോച്ചിങ് ആയിട്ടും നമ്മൾ പഠിച്ചില്ലെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ടൈം ഞാൻ കാണിച്ചാലും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഫുഡ് കഴിച്ചു, പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ ത്രൂ ഔട്ട് ഡേ ഒന്നും ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പം കറക്റ്റ് പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരു ടൈം മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ ഫുൾ ഡെയിലി റൊട്ടീനൊന്നും ഇതിനകത്ത്. ഇപ്പം ഞാൻ അങ്ങനെ ടോട്ടലി ഒരു 12 hours സ്റ്റഡി ചെയ്തു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. കാരണം ഞാൻ മോർണിംഗ് 8 o'clock സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നാളെയും ഞാൻ ആ ഒരു ടൈമിലേക്ക് കറക്റ്റായിട്ട് ഉറങ്ങും കേട്ടോ. ഉറങ്ങിയിട്ട് ആ ഒരു ടൈമിലേക്ക് എഴുന്നേക്കത്തുള്ളൂ. പിന്നെയുള്ളൂ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒരു 7 o'clock മാക്സിമം ഞാനൊരു 7 o'clock എണീക്കും. പിന്നെ ഒരു 8 o'clock പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റഡീസ് ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 minutes എടുത്തിട്ട് ഡെയിലി പ്ലാനറിനകത്ത് നാളെ ചെയ്യാനുള്ളൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ അത് എൻ്റെ ടേബിളിൻ്റെ പുറത്ത് ഫസ്റ്റ് കാണുമ്പം എനിക്ക് ഭയങ്കര പഠിക്കാനുള്ളൊരു എനർജി കിട്ടുന്ന പോലെ തോന്നും. നാളെ എനിക്കൊരു 10 hours സ്റ്റഡീസിന് ടൈം കിട്ടുള്ളൂ. കാരണം എനിക്ക് ക്ലാസ് ഉണ്ട്, ഓപ്ഷൻ്റെ ക്ലാസ് ഉണ്ട്. സോ ഇങ്ങനൊരു ടു ഡു ലിസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ കാണുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആവും. അത് ചെയ്യണമെന്നൊരു അതൊരു ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റഡി ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഓർഗനൈസ് ചെയ്ത് ഇപ്പം ഈ ഒരു ഡേയിൽ എന്താണ് കവർ ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് വൈസും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നാളെ ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പം നാളെ GS പേപ്പറിന് അതായത് മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു 3 month കറക്റ്റ് മെയിൻസിന് വേണ്ടി തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. പിന്നെ എല്ലാവരും പഠിക്കുന്ന ടൈമിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ലപോലെ ഉറങ്ങുക, നല്ലപോലെ വെള്ളം കുടിക്കുക, പിന്നെ എന്തെങ്കിലും വർക്കൗട്ട്, യോഗ അങ്ങനെ